value and production used. So here the input is 5 star 6 plus 3n. Okay, so state initially there is no value illa. Okay, so first endana convert cheynathu bottom up evaluation nu parayumbo first ediniya convert cheynathu digit dot lexval equal to 3. അപ്പം അതിനെയാണ് ഫസ്റ്റ് സ്റ്റാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ വി ക്യാൻ മാർക്ക് ദിസ് ആസ് എന്താണ് ഡിജിറ്റ് മാർക്ക് ചെയ്യാം അതിന്റെ സ്റ്റേറ്റ് ഫോർ അവർ കൺവീനിയൻസ് ആൻഡ് ദ വാല്യൂ ബി 5. സ്റ്റാക്കിലോട്ട് ദ ഫസ്റ്റ് വാല്യൂ ഷിഫ്റ്റ് ചെയ്തു, ദാറ്റ് ഇസ് 5. Okay, so the remaining inputs are written here, that is star 6 plus 3n. Okay, so next എന്താ ചെയ്യേണ്ടത് അറിയാം? നെക്സ്റ്റ് സ്റ്റെപ്പ് മിസ്സേ അടുത്തത് എഫ് നോക്കും. ഓക്കെ, സ്റ്റേറ്റിലുള്ള വാല്യൂവിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? വി ക്യാൻ റെഡ്യൂസ്. അതായത് അനോട്ടേറ്റഡ് ആ പാസ് ട്രീ ആദ്യം ഓർക്കുക, പാസ് ട്രീയിൽ എങ്ങനെയാണ് താഴെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്താൽ മതി. വേറെ ഇതിന് സ്പെസിഫിക് ആയിട്ട് അൽഗോരിതം ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇറ്റ് ഇസ് എഫ് ഡെറൈവ്സ് ഡിജിറ്റ്. സോ ദ സ്റ്റേറ്റ് വാല്യൂ ചേഞ്ചസ് ടു എഫ് ആൻഡ് ദ വാല്യൂ റിമൈൻസ് സെയിം. And here also there is no change in the input. Then next step endana? What's the next step, Rubin? So next T. Next F derives P. F derives P, so it becomes P, and the value input is same. Okay, so the next step, Josephine. Star amount. Push me up, so it becomes T star. Again, the value is 5. Even the next, other corresponding item, star the corresponding value illa. So we have marked and then hyphen mark it. Okay, so the remaining input is 6 plus 3n. Okay, so what is the next step? What's the next step, Arjun? Any TLL. എന്താ ചെയ്യേണ്ടത്? ആ പാസ് ട്രീ നോക്ക്, പാസ് ട്രീ എടുത്തിട്ട് ഇനിയിപ്പം അല്ലേ? അതാണോ ചെയ്യേണ്ടത്? ഈ ഡിറൈവ്സ് ടി ആണോ ചെയ്യേണ്ടത്? പാസ് ട്രീ എങ്ങനെയാ കിടക്കുന്നത്? താഴെ നിന്ന് നോക്ക്. പാസ് ട്രീ ഞാൻ സത്യത്തിൽ വരച്ചിട്ടില്ല, ഇപ്പൊ വന്നേ. ഓക്കെ, പാസ് ട്രീ എടുത്ത് നോക്കാം. പാസ് ട്രീയിൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ദി നെക്സ്റ്റ് ഡിജിറ്റ് ആണ്. സോ ഹിയർ വി ക്യാൻ ഷിഫ്റ്റ് എന്താണ്? ഈ 6നെയാണ് നമ്മൾ ഏതിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്? 6 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് സ്റ്റാക്കിലോട്ട്. ബട്ട് സ്റ്റാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്താണ്? ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്താണ്? ഇറ്റ് ഇസ് ടി സ്റ്റാർ ഡിജിറ്റ്. ഇന്നലെ ഞാൻ ചെയ്തപ്പോ ജസ്റ്റ് എന്താണ് ആ വാല്യൂ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ എന്താണ്? ദാറ്റ് ഇസ് ദിസ് ഇസ് ഡിജിറ്റ്, അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് 3 എന്നുള്ളത്. Sorry, 6. So it is plus 3n. Okay, so the next step is to reduce this digit by the production. F derives digit. By the production, F derives digit. So it becomes, the state becomes T star F. Sorry, here it is 5-6. 5-6. So the remaining input is 3n. Okay, so what's the next step? Marilyn? അടുത്തത് സ്റ്റാറിനെ
സ്റ്റാറിനെയാണോ? Star means T derives T star as well. Okay. So it is here we need to apply the production edana T derives F and replaced by using the state T ആണ്. So ഇതിന്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും by using എന്താണ് top n-2 into val of top n-2 into val of top. So അങ്ങനെ ഇത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? It is 5 star 6 കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ get the value is 30. അപ്പൊ ഇപ്പൊ സ്റ്റാക്കിൽ എന്താണ് ഉള്ളത്? സ്റ്റാക്ക് ടോപ്പില് ദി സ്റ്റേറ്റില് ഇറ്റ് റെപ്രസെന്റ്സ് T ആൻഡ് ദി വാല്യൂ ഇസ് 30. Okay, so the remaining inputs are given as such. Okay, then what's the next step? Anjali? മിസ്സേ What's the next step? അടുത്ത പ്ലസിനെ ചെയ്യും. Okay, so it becomes T പ്ലസ് നെയാണോ ചെയ്യുക? T-നെ റീപ്ലേസ് ചെയ്യും. എങ്ങനെയാ ചെയ്യാം? ഫാസ്റ്റ് നോക്ക്. ബോട്ടം അപ്പ് E derives E. Sorry, E derives T. So here we replace E as T and the values remain same ആണ്. 1650 Plus max q 3. ചേർന്ന്. Okay. So what's the next step? Next step, Sandra? പക്ഷെ അടുത്ത പ്ലസിന് Plus 7. അപ്പൊ ഈ പ്ലസ് വരും. Okay. പിന്നെ വാല്യൂവിന്റെ അവിടെ 30 ഹൈഫൺ വരും. It is E plus and value അവിടെ 30 hyphen. Okay. So next, Aravind. Aravind. Answer What's the next step? 3. 3 സ്റ്റാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദി ഡിജിറ്റ്. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 3. Okay, so here it is M. Next, Arav. Miss F. That is, here we need to replace എന്താണ്? Digit. Using the production, F derives digit. So it becomes എന്താണ്? State എന്തായിട്ട് മാറും? E plus F. E plus F. The values still remain same. ബാക്കിയൊക്കെ സെയിം ആണ്. Okay. Next, Parvati. Hello, Mr. Next step. അടുത്ത സ്റ്റെപ്പ് T produces F. T produces F. So it becomes എന്താണ്? E plus T. T. The value still remains same. 30. Okay. Slash M. Vishnupriya. Vishnupriya. Abarna D. Josmi. Hello, Mr. What's the next step? E produces E plus T. E produces E plus T. E plus T. So this is replaced by the production E and here. And now compute ചെയ്യുന്നത്.
33. 33. That is n ടോപ്പില് എന്തായിരിക്കും വാല്യൂ ഉണ്ടാവുക? 3 ഉണ്ട്. വാൽ ഓഫ് ടോപ്പിൽ 3യും വാൽ ഓഫ് ടോപ്പ് മൈനസ് 2ല് 30 ഉണ്ട്. അത് തമ്മിൽ എന്ത് ചെയ്യാം? അഡീഷൻ പെർഫോം ചെയ്യാം. ആൻഡ് ദ വാല്യൂ ഇസ് 33. ആൻഡ് ഹിയർ ഇറ്റ് ഇസ് സ്ലാഷ് n. Sorry, n. അജീന, എടാ അജിന് നിനക്ക് കേറിയിട്ടില്ല പഠിപ്പിക്കുന്നത് മിസ്സേ. അറിയാവോടാ? കേറിയിട്ടില്ല. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആരെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമോ അത്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ദാറ്റ് ഈസ് എന്നിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് സ്ലാഷ് n. ഇവിടെ ഇൻപുട്ടിൽ വേറെ ഒന്നുമില്ല. ദെൻ again 33 hyphen value ഒന്നുമില്ല. Then by the production L derives En, so it becomes L and it displays the value 33. So this is how the bottom up evaluation works with the help of a stack. So here stack has two values on it, one to indicate the state and other to indicate the value. Okay, clear ആയി എന്ന് വിചാരിക്കുന്നു. Let's move on to the next topic, top down translation. Top down translation. Top down translation for L attributed definition. Top down translation for L attributed definition. Okay, so what is L attributed definition? What is L attributed definition? Krishnaraj? മിസ് ആ എന്നെയാണോ വിളിച്ചത്? ഇല്ല, പറഞ്ഞോ. പറഞ്ഞു പിച്ചു. What is L attributed definition? L attributed definition എന്താണ്? എല്ലാ ആട്രിബ്യൂട്ടിന്റെ ഡെഫിനിഷൻ ഡെപ്ത് ഫസ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ട്രാൻസിസ്റ്റർ അല്ലേ? Okay. So what are the type of attributes which are present in L attributed definition? ഏതൊക്കെയാണ്? സ്റ്റാർട്ടിംഗ് തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. That is, here we have two type of attributes, synthesized attribute and inherited attribute. Synthesized attribute എന്ന് പറയുമ്പോൾ it's an attribute which gets a value from its child node, and inherited attributes എന്ന് പറയുമ്പോൾ it gets a value from parent or sibling. Okay, so S attributed definition എന്ന് പറയുമ്പോൾ which includes only synthesized attributes മാത്രമുള്ളതിനെയാണ് S attributed definition എന്ന് പറയുന്നത്. And L attributed definition means which includes synthesized attribute as well as inherited attribute. Okay, normally L attributed definition is evaluated in a top-down manner, whereas S attributed definition is evaluated in a bottom-up manner. Okay, so here we can consider an expression. So it is normally the evaluation for performing top-down translation of L attributed definition is performed by using the predictive parsing. നേരത്തെ ഉള്ളത് എന്തായിരുന്നു? bottom up evaluation for S attributed definition.
നിങ്ങൾ അപ്പുറത്ത് എന്താണ് ചെയ്യുന്നത്? ക്ലാസ് അറ്റൻഡ് ചെയ്യാണോ വേറെ എന്തെങ്കിലും ചെയ്യാണോ? ഉം? വേറെ എന്തെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടോന്ന്? ജോസ്മിൻ? ഹലോ മിസ്സേ. ആ, അസൈൻമെന്റ് സബ്മിഷൻ എന്തെങ്കിലും ഉണ്ടോന്ന്? ഇന്നുണ്ടായിരുന്നു. ഏത് സബ്ജക്റ്റാ? ഏത് സബ്ജക്റ്റാ? SCPM. SCPM. എപ്പോഴാ സബ്മിറ്റ് ചെയ്യേണ്ട ടൈം? ടൈം ഞാൻ നോക്കിയില്ല മിസ്സേ. സബ്മിറ്റ് ചെയ്തോ ജോസ്മിൻ? ഞാൻ ചെയ്തു. ശരി, ഓക്കെ. അല്ല, പൊതുവെ ഇന്ന് റെസ്പോൺസ് ഭയങ്കര കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതാ ചോദിച്ചത്. Okay, so top-down translation of L attributed definition. So here we are using predictive parser for implementing top-down translation of L attributed definition. So once L attributed definition means which includes both synthesized attribute as well as inherited attributes. We have both attributes, that is synthesized as well as inherited attributes. So here, first we used to evaluate all the inherited attributes. In a depth first manner. Then we evaluate the synthesized attribute. Meaning, synthesized attribute and either formula evaluate in a bottom up manner. Okay, so here if there is a set of, if a production is given, first we used to eliminate the left recursion in the production, then we need to add the semantic roots. Okay, so consider the productions. E derives E plus T, E derives E minus T, E derives T, T derives open bracket E, T derives digit. First we need to eliminate the left recursion. So left recursion eliminate ചെയ്യാനുള്ള rule എന്താണ്? അക്ഷര ഉണ്ടോ? മാധവ്? അക്ഷര പറഞ്ഞോളൂ. How to eliminate left recursion? The left recursive grammar. എന്താ മിസ്സേ? Left recursive grammar ആണോ ഇല്ലേ? A drives A alpha or beta. ഫോമിലാണെങ്കിൽ അത് A dash drives A derives alpha beta A dash. ഇത് മാറിപ്പോയത് കേട്ടാ. A dash derives B A dash B derives okay. So ഇതിലപ്പോ എങ്ങനെയാ വരിക എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ?
ശ്രീപ്രസാദ് ഹലോ. ആ എങ്ങനെയാ വരിക ഇതില് എലിമിനേറ്റ് ചെയ്തതിന് ശേഷം? ഇതില് ഈ പ്രൊഡ്യൂസേഴ്സ് ഈ പ്രൊഡ്യൂസസ് ടി ഇ ഡാഷ് T A dash. So here I can mark this as variable R എന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇ ഡാഷിന് പകരം R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോ നെക്സ്റ്റ്. പിന്നെ ആർ പ്രൊഡ്യൂസേഴ്സ് ആ പ്ലസ് ആർ പ്ലസ് R ആണ്. അല്ല അല്ലേ പ്ലസ് എ ഡാഷ് അല്ല പി ഡാഷ് അല്ലേ വരുന്നത്? എടാ പ്ലസ് ഇത് വരില്ലേ? പ്ലസ് ടി ആർ പ്ലസ് ടി ആർ. അതേപോലെ ഇവിടെ ആർ പ്രൊഡ്യൂസസ് മൈനസ് ടി ആർ അല്ലേ? R. So the remaining productions are T derives opening bracket E and T derives digit. Here the T acts as T dot val, which acts as the synthesized attribute, and dot S. One more thing is there, it is R derives epsilon. Okay, dot S, which indicates the synthesized attribute, and dot in or dot I, which represents the inherited attribute. Okay, dot I, which represents the inherited attribute, and dot S, which represents the synthesized attribute. Okay, so ഇവിടെ രണ്ട് type of ഇതും apply ചെയ്യണം. Here we have to apply both എന്താണ് synthesized attribute as well as inherited attribute evaluate ചെയ്യണം. For that, the inherited attributes are evaluated in a depth first manner, and the synthesized attributes are evaluated in a bottom up manner. Okay, so first we have to evaluate all the inherited attribute, and then we need to evaluate the synthesized attribute. Okay, so consider an example. So before that, we need to write the semantic action. Semantic action of this productions. After eliminating left recursion, we used to get this as E derives TR and E derives plus TR, E derives minus TR, R derives. R derives epsilon and T derives opening bracket E and T derives digit. The semantic actions are written as T dot val is equal to digit dot lex val, digit dot L val or lex val. T dot val is equal to E dot val. Okay, so this is how we used to evaluate the synthesized attribute. Okay, synthesized attribute is which evaluate here. So E case noka, here it is evaluated as R in is equal to R in minus T dot val. Here also R in is equal to R in dot in plus T dot val.
here R in is equal to T dot val. R in is equal to T dot val. Okay. So here, ഓരോ സ്റ്റേജിലും one more semantic rules add ചെയ്യാണ്. That is when R derives epsilon arise, then R dot S is equal to R dot in. R dot S is equal to R dot in. Similarly, ഇവിടെയും first inherited attributes മൊത്തം evaluate ചെയ്തു. Then we need to evaluate the synthesized attribute. So here also R dot in is equal to R dot in. That is R dot S. R dot S is equal to R1 dot S. Here also R dot S is equal to R1 dot S. And here R dot E dot val is equal to R dot S. So this is a production associated with each and every semantic rules associated with each and every production. Okay. ഇത് എഴുതിയായിരുന്നോ? എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് എഴുതിക്കേ. സോ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടോളൂ കേട്ടോ. ജസ്റ്റ് ഒരു പെൻസിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യോ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടോളൂ. ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളതൊക്കെ എന്താണ്? ഇവാലുവേഷൻ ഓഫ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്. Okay, so consider an example or evaluate the expression 9 minus 5 plus 2. 9 minus 5 plus 2. Evaluate the expression 9 minus 5 plus 2. Okay, as usual, first we need to draw the pass tree. Then we need to annotate the pass tree. Okay, so first എന്താണ്? It is E derives TR. E derives TR. Then T നെ further ആയിട്ട് നമുക്ക് എങ്ങനെ expand ചെയ്യാം? T derives digit. Here we can draw എന്താണ്? R നമുക്ക് എങ്ങനെ it is minus 5 ആണ്. So we can apply minus TR എന്നുള്ള പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യും. Okay, then again minus R കിട്ടി. വീണ്ടും എന്താണ്? R നെ നമുക്ക് വീണ്ടും വേണ്ടത് എന്താണ്? plus 2 ആണ്. So it is plus TR. So here this T is digit and this is digit. This is equal to epsilon. Okay, so in this way we have derived endana the expression 9 minus 5 plus 2. Is it clear? Is the pass tree clear? Pass tree clear ആണോ? മനസ്സിലായോ? Okay.
വളരെ ശ്രദ്ധിക്കാട്ടോ. ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? E derives, we need to evaluate all the inherited attributes. All the inherited attributes evaluate ചെയ്യാം. Okay, so first statement എന്താണ്? E derives TR ന്റെ semantic action എന്താ കൊടുത്തിട്ടുള്ളത്? R dot in is equal to T dot val. Okay, so first അപ്പൊ ഏതിനെ ഇവാലുവേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഡെപ്ത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. സോ ഈ ടീന് എന്തായിരിക്കും വാല്യൂ കിട്ടുന്നത്? വാട്ട്സ് ദ വാല്യൂ ഓഫ് ടി? വാട്ട്സ് ദ വാല്യൂ ഓഫ് ടി? Val of t is equal to ഡിജിറ്റിന്റെ ഡേറ്റ ടൈപ്പ് ഇല്ല. ഡിജിറ്റിന്റെ വാല്യൂ എന്താണ്? ഡിജിറ്റ് ഡോട്ട് ലെക്സ് വാൽ ഇസ് ഈക്വൽ ടു 9 ആണ്. Lex val is equal to 5. Here digit dot lex val is equal to lex val is equal to 3. Okay, so first എന്താണ്? ഫസ്റ്റ് ഏതാണ് നമ്മൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ നോഡ് ആയിരിക്കും ആദ്യം ഇവാലുവേറ്റ് ചെയ്യുക. സോ ഇതില് ടി ഡോട്ട് വാൽ ഇസ് ഈക്വൽ ടു എന്താണ്? ആസ് പെർ ദ പ്രൊഡക്ഷൻ ടി ഡിറൈവ്സ് ഡി. ഹിയർ ടി ഡോട്ട് വാൽ ഗെറ്റ്സ് എ വാല്യൂ ഫ്രം ഇറ്റ്സ് ചൈൽഡ് നോഡ് ദാറ്റ് ഇസ് digit dot lex val. Okay, so synthesized attribute ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാം. Okay, or evaluation order നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. So it is equal to 9. Okay, so next we need to evaluate ഏതാണ്? The next node ആണ്. നെക്സ്റ്റ് നോഡിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ TR ആണ്. TR, E derives TR നെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ it gets a value. എന്താണ് സെമാന്റിക് ആക്ഷൻ തന്നിട്ടുള്ളത്? E dot val is equal to, sorry, R dot in is equal to T dot val. അല്ലേ? എന്താ തന്നിട്ടുള്ളത്? R dot in is equal to T dot val. അപ്പം T dot value എന്താണ്? What's the value? T dot value എന്താ? 9. Okay. Okay. So next ഏതാ evaluate ചെയ്യേണ്ടത്? Next we need to evaluate ഈ നോഡ്. Then ഇത് evaluate ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? Here digit dot lex val is equal to 5. So T dot val is equal to 5. T dot val is equal to 5. അല്ലെ? T dot val is equal to ഏതാണ്? Digit ആണ്. So it is 5. Okay. So the next we need to evaluate എന്താണ്? ഈ നോഡ് evaluate ചെയ്യാം. ഈ നോഡ് evaluate ചെയ്യാം. ഈ നോഡിനെ നമുക്ക് എങ്ങനെ evaluate ചെയ്യാം? What's a semantic action? എന്താണ് തന്നിട്ടുള്ളത്? സെമാന്റിക് ആക്ഷൻ എന്താ തന്നിട്ടുള്ളത്? R dot in is equal to R dot in plus T dot val. R dot in minus T dot val. Okay, so R dot in is equal to ഇതിനെ നമുക്ക് R1 എന്ന് എടുക്കാം. ഓക്കെ, R1 നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് R1 എന്ന് എടുക്കുന്നത്. R1 dot in is equal to എന്താണ്? R dot in minus T dot val. Okay, so the value is എന്താണ്? 9 minus 5 which is equal to 4. 9 minus this is equal to 4. Okay, so the next plus read ചെയ്തു. Then again ഇതിലോട്ട് വന്നു. ഇതിലോട്ട് വരുമ്പോൾ എന്താണ്? T dot val is equal to the value of digit which is equal to 3. Okay, then we need to evaluate എന്താണ്? Then we need to evaluate this R. This R എങ്ങനെ evaluate ചെയ്യാം? Now this is our R. അതിന്റെ വാല്യൂ 2 അല്ലേ? Tയുടെ ഏതാ? Tയുടെ ഓക്കെ, സോ ഇവിടെ വരുമ്പോ ഇതാണ് നമ്മുടെ R. ഏതാ നമ്മുടെ R? ഏതാണോ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് that is represented as R1. So which is R1 dot in is equal to ഈ 1, 2 എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻഡെക്സിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്, അതായത് ആ നോഡ് അതിന്റെ പേരന്റ് നോഡ്
മൈനസ് അതിന്റെ സിബ്ലിംഗ് നോഡ് പ്ലസ് സിബ്ലിംഗ് നോഡ്. സോ ഇറ്റ് ഈസ് R1 dot in is equal to R dot in plus T dot back. So which is equal to 6. ഇതുവരെയുള്ളത് ക്ലിയർ ആയോ? Is it clear? ലാസ്റ്റ് പറഞ്ഞത് ആർ ഡോട്ട് ഇൻ ഇക്വൽ ടു ആർ ഡോട്ട് ഇൻ പ്ലസ് ടി ഡോട്ട് വാല്യൂ എന്നല്ല. അതെ അതെ. ഓക്കെ, ഇതുവരെയുള്ളത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതുവരെയുള്ളത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? ഈ റൂളൊക്കെ നമ്മൾ തന്നെ അതോ ക്വസ്റ്റ്യന് തരുന്നതാണോ? നേരത്തെ എഴുതി ആർ ഡോട്ട് ഇൻ ഇക്വൽ ടു ടി ഡോട്ട് വാല്യൂ. ഇതുവരെ നമ്മുടെ അടുത്ത് എഴുതാൻ പറയാറില്ല. ജസ്റ്റ് എന്താണ് ആ ട്രാൻസ്ലേഷൻ, സിന്റാക്സ് ക്യാരക്ടർ ഡെഫിനിഷൻ ഫോർ കാൽക്കുലേറ്റർ, അങ്ങനെ ആ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. പക്ഷെ ഇതങ്ങനെ എഴുതുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇൻഡെപ്ത് നമുക്ക് അത് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് അത്ര എളുപ്പമായിട്ട് നമുക്ക് ഇത് സിന്തസൈസ്ഡ് ആണ് ഇൻഹെറിറ്റഡ് ആണെന്ന് എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ്. അതായത് ഫസ്റ്റ് സിന്തസൈസ്ഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഇവാലുവേറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമുക്ക് ഇതില് ആർ ഡോട്ട് ഇൻ ഇസ് ഈക്വൽ ടു 6 ആണ്. ഓക്കെ, നൗ ഇനി വേണം, ഇപ്പൊ നമ്മൾ ഏത് ആട്രിബ്യൂട്ട്സ് ഇവാലുവേറ്റ് ചെയ്തു? ഓൾ ദി ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് ഇവാലുവേറ്റ് ചെയ്തു. ഇനി ഏത് മാനറിൽ? ടോപ്പ് ഡൗൺ മാനറിൽ വി ഹാവ് ഇവാലുവേറ്റഡ് ഓൾ ദി ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്. നൗ വി നീഡ് ടു ഇവാലുവേറ്റ് ദി സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എപ്പോഴാണോ there is a production R derives epsilon. Now R derives epsilon ന്റെ സെമാറ്റിക് റൂൾ എന്താ എഴുതിയിട്ടുള്ളത് നോക്ക്. R dot S is equal to R dot in. ഓക്കെ, ഇത്രയും നേരം കാൽക്കുലേറ്റ് ചെയ്ത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഏതിലോട്ടാണ് അസൈൻ ചെയ്യുന്നത്? സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആയിട്ട് വരുന്ന R dot S ലേക്ക് അസൈൻ ചെയ്യാണ്. ഓക്കെ, is it clear? Is it clear? Is it clear or not? പക്ഷെ എന്ന് പറയുമ്പോ അത് എങ്ങനെയാ വരുന്നത്? അതായത് ഇവിടെ, അതായത് എല്ലാ പ്രൊഡക്ഷന്റെ കൂടെ സിന്തസൈസ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള റൂളും കൊടുത്തിട്ടുണ്ട്. ഏത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള റൂൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് എല്ലാ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ഇവാലുവേറ്റ് ചെയ്യാനുള്ള റൂൾ വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. നൗ വി നീഡ് ടു കൺസിഡർ എന്താണ് ഇത് വിച്ച് റെപ്രസെന്റ് എൻഡ് ആയിരിക്കും. അതായത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ വരുന്നുണ്ടെങ്കിൽ that represents എന്താണ്? all the inherited attributes are evaluated. Now we need to evaluate എന്താണ്? Now if R derives epsilon as a production ആണെങ്കിൽ then R dot in is equal to R dot S. Okay, so R dot S is equal to R dot in. Okay, so synthesized attribute ന്റെ പ്രത്യേകത എന്താണ്? We need to get the value from the child node ആണ്. ഓക്കെ, സോ ഇവിടെ ഏതൊക്കെയാണോ ആർ ഡോട്ട് ഇൻ എന്ന് വന്നത് അതൊക്കെ ശരിക്കും എന്താണ്? ആർ ഡോട്ട് എസ് ആണ്. ഓക്കെ, is it clear? Is it clear? മനസ്സിലായി. അപ്പം ശരിക്കും എന്താണ് ഇവിടെ ഈ പ്രൊഡക്ഷൻ വന്നപ്പോഴാണ് എന്താണ്? ആർ ഡോട്ട് എസ് ഇസ് ഈക്വൽ ടു ആർ ഡോട്ട് ഇൻ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അതായത് ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആർ പ്ലസ് ടി ആർ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ we have already written one more rule, that is R dot S is equal to R1 dot S. അല്ലെ, അങ്ങനെ ഒരു റൂൾ എഴുതിയിട്ടില്ലേ? ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ എന്തും എഴുതിയിട്ടുണ്ട്? R dot S is equal to R1 dot S എന്ന് എഴുതിയിട്ടുണ്ട്. That means എന്താണ്? ഇവിടത്തെ R dot S is equal to ഇവിടെ R dot S is equal to 6 ആണ്. Okay, R dot S is equal to R1 dot in, so it is R dot S is equal to 6 ആണ്. Okay, now ഇവിടെ വരുമ്പോ എന്താണ്? ഇത് റെഡ്യൂസ് ചെയ്യുമ്പോൾ
reduce. Here R dot S is equal to R1 dot S. Get me? മിസ് എന്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല, എനിക്കൊന്നും കാണാൻ വയ്യ, ഭയങ്കര ബ്ലറായിട്ട് നിൽക്കുക കുറച്ച് നേരമായി. എന്താടാ കാണുന്നില്ല? ഇപ്പൊ കാണാം. ക്ലിയർ അല്ലായിരുന്നു, സ്റ്റക്കായിരുന്നു. ആണോ? സ്ട്രക്ക് ആയിരുന്നു. ഇപ്പൊ കാണാം. ഓക്കെ സോറി. ഞാൻ ഇപ്പൊ കാണാമോ നിങ്ങൾക്ക് ബോർഡ്? ഇപ്പൊ കാണുന്നു. ഏത് ശരിയാ കേട്ടത് നിങ്ങള്? താഴെ ഇപ്പം ആർ ഡോട്ട് ഇൻ ഇക്വൽ ടു ആർ ഡോട്ട് ഇൻ പ്ലസ് ടി ഡോട്ട് വാല്യൂ വരും. R dot in is equal to T dot var. അല്ല, പിന്നെ ടോപ്പ് ഡൗൺ ആർ ഡോട്ട് ഇസ് ഇക്വൽ ടു ആർ ഡോട്ട് ഇൻ. R dot S is equal to R dot in. അതായത് if there is a production, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എങ്കിൽ then ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എന്താണ്? R dot S is equal to R dot in. So it becomes എന്താണ്? ഇതിലത്തെ വാല്യൂ which is assigned to R dot S. Okay, ക്ലിയർ ആണോ? അത് മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഹിയർ ഓൾസോ എന്താണ്? R dot S is equal to R1 dot S. അതായത് ഇറ്റ് ഗെറ്റ്സ് എ വാല്യൂ ഫ്രം ഇറ്റ്സ് ചൈൽഡ് നോഡ്. ഈ വണ്ണും ഇതും ഇൻഡെക്സ് കൊടുത്തിട്ടുള്ളത് ചില കേസസിൽ അത് പേരന്റും ചൈൽഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നിട്ടുള്ളത്. Okay, so here this value R dot S is equal to R1 dot S gets a value from its child node. Appo 6 ആണ്. Okay, is it clear now? മനസ്സിലായി. Okay, now next ഇതിനെ evaluate ചെയ്യാം. ഇവിടുത്തെ R dot in നെ evaluate ചെയ്യാം. So here also എന്താണ്? It becomes എന്താണ്? R dot S is equal to R1 dot S. അതായത് this becomes R1 and this is R. Okay, അതങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ്? ഇറ്റ് ഗെറ്റ്സ് എ വാല്യൂ ഫ്രം ഇറ്റ്സ് ചൈൽഡ് നോഡ്. ചൈൽഡ് നോഡിനെ R1 നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും ആ നോഡിനെ R എന്നും
അതിന്റെ ചൈൽഡ് നോഡിനെ R1 എന്ന് മാർക്ക് ചെയ്യാം. ഇതെല്ലാത്തിലും സെയിം ആയിരിക്കുമോ? ഈ വാല്യൂസ്, അതായത് വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ഏതിലേക്കാണ് നമ്മൾ പാസ് ചെയ്യുന്നത്? റൂട്ട് നോഡിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് മേളിൽ വരുമ്പോ 6 ആവത്തില്ലേ? 6 തന്നെയാണ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്ക്. E derives TR ല് ലാസ്റ്റ് സ്റ്റെപ്പ് തന്നിട്ടുണ്ട്. എന്താണ്? E dot value is equal to R dot S. So it becomes 6. Clear? Is it clear? E dot value is equal to R dot S, that is E value. Is it clear? Clear or not? Clear ayo? So here E dot value is equal to R dot S, so which is equal to 6. So this is the evaluation of either type of top-down translation of L attributed definition. Clear ayo this? മനസ്സിലായി. Okay. Attendance Adil. Abhijit. Akshara. Present, Miss. Anjali. Present, Miss. Anju. Anjo. Abarna. Present, Miss. Abarna Pratap. Aravind. Miss present. Arav. Present, Miss. Arjun. Present, miss. Bichu. Present, Miss. Jeevan. Joswin. Present, Miss. Krishnaraj. Present, Miss. Madhav. Maria. Present, Miss. Merlin. Present, Miss. Mubin. Hafiz. Present, Miss. Rubin. Present, Miss. Najma. Naurin. Parvati. Sir, chat box ഉണ്ടായിരുന്നു നൗറിൻ. Okay. Parvati. Present, Miss. Sandra. Present, Miss. Sri Prasad. Present, Miss. Shruti. മിസ്സസ് ശ്രുതി ഉണ്ട്, അവർക്ക് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല എന്ന് പറയും. Okay. Vishnupriya. പ്രസന്റ് മിസ്. Vishnupriya എവിടെയായിരുന്നു നേരത്തെ വിളിച്ചപ്പോ? മിസ് എനിക്ക് ലിൻവീസിൽ ഓടാൻ ലേറ്റ് ആയി, അതുകൊണ്ട് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തത്. Okay. Ajina. Akil. Miss present. Josmi. Present, Miss. Absent is Ajina. Najma. Madhav. Miss, hello. Miss, ഞാൻ present ആണ്. നെജ്മ present ആണ്. Okay. Anjo, Abhijit and Adil. Okay. So thank you. Next class lo nokka. Thank you.